ടാർജറ്റിങ്, കമ്പനിക്കാർ ടാർജറ്റ് കൊടുക്കത്തില്ലേ? ചില ആൾക്കാർ പറയും, അച്ഛാ ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ അച്ഛാ എന്ന് പറയും. ഏത് ഓരൊക്കെ ബാങ്കിന് വെറുതെ ഞാൻ പറയണില്ല, ആ ബാങ്കിൽ ഞാൻ പോയി. എന്താ എന്താ ടാർജറ്റ് ആരെക്കൊണ്ട് താങ്ങും? അപ്പം ഞാൻ മടുത്തെന്ന് പറയും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ടാർജറ്റ് ഉണ്ട്. എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദയവൈതൽ. ഇപ്പം നമുക്ക് വെറുപ്പ് തോന്നും, അപ്പോൾ അവർ നമ്മൾ ന്യായമായിട്ടൊക്കെ പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറയും, വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിന് ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എക്വിപ്ഡാവും, ആംഡാവും, നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് 1 Corinthians 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ടാർജറ്റ് എന്താണ്? സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും, ഇപ്പം ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണമല്ലേ? കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ? അപ്പം ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ എന്ത് ചെയ്താലും എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളല്ല, എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? എക്സ്ട്രാ വരുന്ന വേദന എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ സഹനങ്ങൾ കൂട്ടിച്ചേർക്കുക. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. മത്തായി 5:47 എടുത്തേ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യമായാലും ശരി, ചൊല്ലുന്ന കാര്യമായാലും ശരി, വേദനയായാലും ശരി, എക്സ്ട്രാ വരുന്നതിനാണ് മാർക്കുള്ളത്. മനസ്സിലായില്ലേ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, അല്ലേ? ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമൊക്കെ ഇരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു 1000 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രായാണ്. വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വേദന എന്ന് പറയുന്നത്. എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് റീഡിംഗ് ആയിട്ടുള്ളത്, കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അതെന്ത് ചെയ്യുക വെച്ചാൽ നിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും. അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന സംഭവം എന്ത് ചെയ്യും? അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു ഗുണവതാണ്. ഇപ്പം എനിക്ക് ഈ കിഡ്നിയുടെ അസുഖമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത്? 24 മണിക്കൂറും കർത്താവിൻ്റെ പേരെ ചെയ്യുന്നു. ഞാൻ അങ്ങനെ വേറെ എക്സ്ട്രാക്കൊന്നും വേറെ ഒരു ലിസ്റ്ററിനൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ ഞാൻ അങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല. പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ? അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് യേശുവിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. മാസത്തിൽ ഒരു 3 പ്രാവശ്യം നീർക്കെട്ടൽ വരും. ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും. കഫൊക്കെ കെട്ടലുണ്ടാകും. നീർക്കെട്ടൽ ഇങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും. ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അത് പനിയായിട്ട് മാറും. അപ്പോൾ ഒരു സ്വസ്ഥത നമുക്കുണ്ടാകത്തില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല. എന്താ കാര്യം? ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതായത് നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പെറുപിറുക്കണത്, ഇപ്പം ബൈബിളിലൊരു പെറുപിറുപ്പില്ലേ? എന്താ പറയണത്? ഞങ്ങൾ 11-ാം മണിക്കൂറിൽ വന്ന അവരെ, ഞങ്ങൾ 1-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് പെറുപിറുക്കും. അപ്പോൾ എക്സ്ട്രാ അത് ഇവർ എക്സ്ട്രാ ചെയ്തെന്നാണ്. 12 മണിക്കൂർ ജോലിയിൽ
രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 12 മണിക്ക് ജോലിയിൽ അവസാനം വന്നൊരു 1 മണിക്കൂറാണ് ജോലി ചെയ്തത്. പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയാലെന്ന് പെരുപിറക്കും. ഇത് എക്സ്ട്രായാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒരു എക്സ്ട്രയും സംഭവിക്കത്തില്ല. മറ്റ് ഇപ്പം നിൻ്റെ നാത്തുവിനേക്കാളും നിൻ്റെ അനിയത്തേക്കാളും നിൻ്റെ ചാച്ചനേക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനേക്ക് വരവെക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും, അച്ചാരം മാത്രമല്ല അതിന് മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയാണ്. അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത്. നിനക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്നിലൂടെ ഇപ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പം നിൻ്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇതുകൊണ്ട് പരിഹാരമാകണം. പ്രൈസ് ദി ലോർഡ്.